ഹലോ കൂട്ടുകാരെ, നമുക്കിത് നമ്മുടെ നോൺ വെജുകാർക്കും വെജുകാർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് അഥവാ സോയ ഉലർത്തിയത് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളതിന് വേണ്ടി 1 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പൊന്ന് അലുക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മളതിലേക്ക് 100 ഗ്രാം സോയ ചങ്ക്സ് ഇട്ട് ഒരു 4-5 മിനിറ്റ് നേരത്തിന് ഒന്ന് ഇളക്കി കൊടുക്കണേ. ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സോയയിലെ വെള്ളമെല്ലാം നൂറ്റി കളഞ്ഞിട്ടൊന്ന് തണുക്കാൻ വെക്കണേ. പിന്നെ നമ്മുടെ സോയ ചെറു ചൂടോടെ കുറേശ്ശെ കയ്യിലെടുത്ത് നന്നായിട്ടും പിഴിഞ്ഞ് കളഞ്ഞ് അതിലെ വെള്ളം മുഴുവനും പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വയ്ക്കണേ. വലിയ സോയ ചങ്ക്സ് ആണെങ്കിൽ ഒന്ന് മുറിച്ച് കൊടുക്കണേ. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി 2 സവോളയും 1 തക്കാളിയും 5-8 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി 2 പച്ചമുളകും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ശേഷം നമ്മുടെ സവോളയൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കണേ. നമ്മൾ സവോളയും പച്ചമുളകും നമ്മുടെ തക്കാളിയും എല്ലാം ഒന്ന് നന്നായി ഡ്രൈ ആയി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മുടെ മസാല എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്കൊരു 1/4 കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ശേഷം നമ്മളതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ സോയ ചങ്ക്സും ഗ്രേവിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. നല്ല തീയിലിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ. ശേഷം നമ്മൾ തീ കുറച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ ഇളക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. നമ്മളൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1-2 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ച് കൊടുക്കണേ. നമ്മൾ ടൊമാറ്റോ ഇട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സമയം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ട്. താങ്ക് യു.